ഹലോ നമസ്കാരം. ആരോഗ്യ ഇൻഷുറൻസ് കാർഡുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. സ്വന്തമായി റേഷൻ കാർഡുള്ള ഏതൊരു വ്യക്തിക്കും 5 ലക്ഷം രൂപയുടെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നതാണ് ഈ ഒരു പദ്ധതി. ഈ ഒരു ഇൻഷുറൻസ് കാർഡിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ അല്ലെങ്കിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ എല്ലാം സൗജന്യ ചികിത്സയാണ്. എന്നാൽ നമ്മുടെ സംസ്ഥാനത്ത് കുറച്ച് മാത്രം പ്രൈവറ്റ് ഹോസ്പിറ്റലുകളാണ് ഈ ഒരു കാർഡ് സ്വീകരിക്കുന്നുള്ളൂ എന്നതാണ് വാസ്തവം. എന്നാൽ എല്ലാ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളും ഇതിൻ്റെ ആനുകൂല്യം ലഭിക്കും. അതുകൊണ്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുക, നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും ദരിദ്രരായിട്ടുള്ള ആളുകൾക്കാണ് ഈ ഒരു കാർഡ് ഏറ്റവും യൂസ്ഫുള്ളാണ് അല്ലെങ്കിൽ ബെനിഫിറ്റ് ഉള്ളത് എന്ന് മനസ്സിലാക്കാം. എല്ലാ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളും ഈ ഒരു കാർഡ് സ്വീകരിക്കുന്നില്ല. എന്നാൽ നമ്മുടെ ജില്ലകൾ നമ്മുടെ ഏതാണ് ജില്ല, ആ ജില്ലയിൽ ഏത് ഹോസ്പിറ്റലിലാണ് ഈ ഒരു കാർഡ് സ്വീകരിക്കുന്നത് എന്നറിയാൻ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് PMJAYയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അതിൽ നിങ്ങൾക്ക് ബെനിഫിഷ്യറി ഹോസ്പിറ്റൽ ലിസ്റ്റ് സെർച്ച് ചെയ്തിട്ടുണ്ട് എങ്കിൽ ഏതെല്ലാം ഹോസ്പിറ്റലുകളിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ ഈ ഒരു കാർഡ് സ്വീകരിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിലവിൽ ഈ ഒരു കാർഡുള്ള ആളുകൾ എങ്ങനെയാണ് പുതുക്കേണ്ടത്, അതിനെന്താണ് ചെയ്യേണ്ടത് എന്നതിനെപ്പറ്റിയെല്ലാം വിശദമായ വീഡിയോകൾ നമ്മൾ ഇതിനോടകം ചെയ്തിട്ടുണ്ട്. എറണാകുളം ജില്ലയിൽ ഈ ഒരു കാർഡ് സ്വീകരിക്കുന്ന മൾട്ടി സ്പെഷ്യാലിറ്റി പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് സൺറൈസും അതുപോലെ തൊടുപുഴയിലുള്ള അല്ലസർ ഹോസ്പിറ്റലും. നിങ്ങൾക്ക് ഈ ഒരു ആരോഗ്യ ഇൻഷുറൻസ് കാർഡിൻ്റെ പരിരക്ഷ ലഭിക്കുമോ എന്നറിയാൻ നിങ്ങളുടെ റേഷൻ കാർഡിൻ്റെ ഏറ്റവും ബാക്ക് സൈഡിൽ കുറച്ച് സീലുകൾ ഉണ്ടോ എന്ന് നോക്കുക. എന്നാൽ പുതിയ റേഷൻ കാർഡുകൾക്കൊന്നും ഇങ്ങനെ കാണാൻ സാധിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പരിരക്ഷ ലഭിക്കുമോ എന്നറിയാൻ നിങ്ങൾ ദിശയുടെ ടോൾ ഫ്രീ നമ്പറായ 1056 എന്ന നമ്പറിൽ വിളിച്ചതിന് ശേഷം നിങ്ങളുടെ റേഷൻ കാർഡ് നമ്പർ നൽകിയിട്ടുണ്ടെങ്കിൽ അവർ പരിശോധിച്ച ശേഷം നിങ്ങൾക്ക് ഈ ഒരു ആനുകൂല്യം, ഈ ഒരു സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ പരിരക്ഷ നിങ്ങളുടെ കുടുംബത്തിന് ലഭിക്കുമോ എന്ന് അവർ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി നൽകുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബത്തിൽ ആരെല്ലാം ആ ഒരു പദ്ധതിയിൽ അംഗമായിട്ടുണ്ട് എന്നുള്ള കാര്യം അവിടെ നിന്ന് നിങ്ങൾക്ക് ചോദിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. ഇങ്ങനെയൊന്നും മനസ്സിലാക്കാൻ സാധിക്കാത്ത ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കൊരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകേണ്ട ആവശ്യം വരികയാണെങ്കിൽ അത് ഗവൺമെൻറ് ഹോസ്പിറ്റലാണെങ്കിലും നിങ്ങളുടെ റേഷൻ കാർഡുമായി പോയിട്ട് അവിടുത്തെ ഇൻഷുറൻസ് സെക്ഷനിൽ നിങ്ങളുടെ റേഷൻ കാർഡ് നൽകുകയും ഇതിൽ നിങ്ങൾക്ക് ഈ ഒരു പദ്ധതിയിൽ അംഗമാണോ എന്ന് അവിടെ അന്വേഷിക്കുകയും ചെയ്യാം. അപ്പോൾ പുതുക്കിയിട്ടില്ല എങ്കിൽ അവിടെ നിന്ന് തന്നെ നിങ്ങളുടെ ആ രോഗിയുടെ ഫോട്ടോ എടുത്ത് മൊബൈലിൽ തന്നെ ആ രോഗിയുടെ ഫോട്ടോ എടുത്ത് അവിടുന്ന് പുതുക്കി നിങ്ങൾക്ക് കാർഡ് ലഭിക്കും. ഒരു വ്യക്തിഗത കാർഡുകളായിട്ട് ഇപ്പോൾ ലഭിക്കുന്നതാണ്. ആ കാർഡിൽ അംഗമായിരിക്കുന്ന വ്യക്തികൾക്ക് മറ്റുള്ള അംഗങ്ങളെയും ഈ നിങ്ങളുടെ റേഷൻ കാർഡ് ഉൾപ്പെട്ടിട്ടുള്ള മറ്റുള്ള അംഗങ്ങളെയും ഈ ഒരു പദ്ധതിയിലേക്ക് ചേർക്കാൻ സാധിക്കും. വിശദമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ റേഷൻ കാർഡിൽപ്പെട്ട ആർക്കെങ്കിലും ഈ ഒരു കാർഡ് ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് മറ്റുള്ള ആളുകളെ, ആ കുടുംബത്തിലെ അല്ലെങ്കിൽ ആ റേഷൻ കാർഡിൽ ഉൾപ്പെട്ട മറ്റുള്ള അംഗങ്ങളെയും ഈ പദ്ധതിയിൽ അംഗമാക്കാൻ സാധിക്കും. ഇത് നിങ്ങൾക്ക് സ്വന്തമായി മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാം. അതിനെപ്പറ്റിയുള്ള വിശദമായ വീഡിയോകൾ നമ്മുടെ ചാനലിലുണ്ട്. ഇല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് അക്ഷയ സെൻറ്ററുകളിൽ മറ്റും പോയിട്ട് ചെയ്യാനും സാധിക്കും. അപ്പോൾ ശ്രദ്ധിക്കുക, നിലവിൽ ഈ ഒരു പദ്ധതിയിൽ അംഗമായിരിക്കുന്ന ആളുകൾക്ക് മാത്രമേ മറ്റുള്ള വ്യക്തികളെ ചേർക്കാൻ സാധിക്കുകയുള്ളൂ. പുതിയ അംഗങ്ങളെ ചേർക്കുവാനോ അല്ലെങ്കിൽ പുതിയതായിട്ട് അപേക്ഷ കൊടുത്ത് ഈ ഒരു പദ്ധതിയിലേക്ക് അംഗമാകുവാനോ ഇപ്പോൾ സാധിക്കുകയില്ല. എന്നാൽ ഇപ്പോൾ ഏറ്റവും സന്തോഷകരമായ വാർത്ത എന്ന് പറയുന്നത് 70 വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാ വ്യക്തികൾക്കും ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷിക്കാതെ തന്നെ എല്ലാ വ്യക്തികളും ഈ ഒരു പരിരക്ഷ 5 ലക്ഷം രൂപയുടെ പരിരക്ഷ ലഭിക്കും എന്നുള്ള പുതിയ അറിയിപ്പ് വന്നിട്ടുണ്ട്. അതായത് നിങ്ങളുടെ കുടുംബത്തിൽ പ്രായമായിട്ടുള്ള ആളുകളുണ്ട് എങ്കിൽ അവർക്ക് മക്കൾക്ക് അവരെ ചികിത്സിക്കാനൊക്കെ ഒരുപാട് ക്യാഷിൻ്റെ ആവശ്യം വരും. അതൊക്കെ മക്കളെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടാണ്. അങ്ങനെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ സമീപിക്കാൻ പറ്റാത്തവരും അതുപോലെ തന്നെ ഇപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളാണെങ്കിൽ അവിടെ ക്യാഷ് മുടക്കേണ്ടതായിട്ടൊക്കെ വരുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് സാധാരണക്കാരായ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെയുള്ളവർക്ക് പ്രായമായ അപ്പനെയും അമ്മയൊക്കെ ചികിത്സിക്കാനായിട്ട് ഇനി സൗജന്യമായി തന്നെ ഈ ഒരു പദ്ധതിയിൽ അംഗമല്ലെങ്കിൽ പോലും APL BPL വ്യത്യാസമില്ലാതെ സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ തന്നെ 70 വയസ്സിന് മുകളിലേക്കുള്ള എല്ലാ വ്യക്തികൾക്കും ഈ ഒരു കാർഡിൻ്റെ പരിരക്ഷ ഇനി മുതൽ ലഭിക്കും എന്നുള്ളതാണ് ഈ കാർഡുമായി സംബന്ധിച്ച് ഏറ്റവും പുതിയ അറിയിപ്പ്. ഇനി ഇതിലേക്ക് പുതിയ ആളുകളെ ചേർക്കുവാനുള്ള സമയവും ഒക്കെ ഉടനെ അറിയിക്കുന്നതാണ്. അപ്പോൾ വിശദമായ വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കും. അപ്പോൾ ഈ ഒരു സന്തോഷ വാർത്തയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ ആഗ്രഹിച്ചത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എങ്കിൽ മറ്റുള്ളവരുടെ അറിവിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു ഇൻഫർമേഷനുമായി കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.